ബീഫ് പീരയിട്ട് വറ്റിച്ച് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം അത്രയ്ക്ക് സൂപ്പറാണ് സംഭവം. ഞങ്ങളിടയ്ക്ക് ഓരോരുത്തരുടെ റൂമിലൊന്ന് കൂടാറുണ്ടേ. ഇത്തവണ ഷെരീഫിൻ്റെ റൂമിലാണ് പോയത്. അപ്പോഴാണ് മൂപ്പര് ഈ ഐറ്റം ഒന്ന് പരീക്ഷിച്ചത്. ആദ്യം തന്നെ ബീഫ് നല്ലപോലെ കഴുകിയാണ് മാറ്റി വെക്കുക. എന്നിട്ട് ചട്ടിയിലാണ്. ഇത്തവണ മൺചട്ടിയിലാണ് ഞങ്ങളുടെ പരീക്ഷണം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ആദ്യം വറ്റൽ മുളക് ഒരു 4-5 പീസ് ഒന്ന് ചൂടാക്കി മാറ്റുക. അതിനുശേഷം മല്ലി ഒന്ന് വറുത്ത് ചെറുതായിട്ടൊന്ന് വറുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഇതുപോലെ പെരിഞ്ചീരകവും ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കാം. ഇത് ഉപയോഗിക്കാനുള്ള സമയം ആകുന്നേ ഉള്ളൂ. ആദ്യം തന്നെ നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ഞങ്ങൾ ഏകദേശം ഒരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ലേശം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം പെട്ടെന്ന് സെറ്റായി കിട്ടും. ലേശം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുക. സവാള നല്ലപോലെ എന്നാണ്ട് വാടി കഴിയുമ്പോൾ ബീഫ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ചെറിയ ഉള്ളിയില്ലേ അതൊന്ന് ചതച്ചങ്ങ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പഴുത്ത തക്കാളി വലുത് ചെറുതായിട്ട് നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഈ 3ൻ്റെയും കൂടെ പേസ്റ്റാണ്ട്. അത് ഏകദേശം ഒരു 2.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത്ര ആയിക്കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റത്തേക്ക് ഒന്നങ്ങോട്ട് മൂടി വെച്ചേക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഈ കണ്ടീഷനിലായിട്ടുണ്ടാവും. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അല്ലേ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല അങ്ങനെ എല്ലാം കൂടെ മിക്സാക്കി വെച്ചിരുന്നതാണ്. അതിൽ നിന്ന് ഒരു 2.5 ടീസ്പൂണാണ് നമ്മളിടുന്നത്. ഒരുപാട് അങ്ങോട്ട് എരിവാക്കുന്നില്ല. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി അടച്ചു വെച്ചൊരു 10 മിനിറ്റ് നമുക്ക് വേവാനായിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാ ഇതൊന്നുകൊണ്ട് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ആദ്യം തന്നെ വറുത്ത് പൊടിച്ച് വെച്ചൊരു സംഭവമല്ലേ, വറ്റൽമുളക്, മല്ലി പിന്നെ പെരിഞ്ചീരകം, അതിൻ്റെ ആ മിക്സ് അതൊന്നുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വേവാനായിട്ട് സമയം കൊടുക്കാം നമുക്ക്. ഈ സമയം നമുക്ക് ഇത്തിരി തേങ്ങ ഒന്ന് വറുക്കാനാണ് കേട്ടോ. ഒരുപാട് വറുത്തങ്ങോട്ട് കരിക്കണ്ട, ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. ഇനി നമുക്ക് പോയിട്ട് ബീഫിൻ്റെ വേവ് ഒന്ന് നോക്കാം. ഉപ്പ് പോരെങ്കിൽ ഒരു ഇത്തിരി ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടെ കഴിഞ്ഞാൽ നമുക്കിനി ആ വറുത്ത് വെച്ചേക്കണ തേങ്ങയില്ലേ അതിലേക്കാണ്ട് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റിൻ്റെ വേവും കൂടെ കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ തുറക്കുമ്പോൾ ഈ ലെവലിലായിട്ടുണ്ടാവും സംഭവം. ലാസ്റ്റ് പടിയായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ, ഒരു സ്മെല്ലിന് കുറച്ച് വെളിച്ചെണ്ണ കൂടെ. എന്തിനാന്ന് വെച്ചാലേ നമ്മൾ ആ അടപ്പ് അങ്ങോട്ട് തുറക്കുമ്പോൾ അടുത്ത റൂമിൽ ഇരിക്കുന്നവന് വരെ സ്മെല്ല് കിട്ടണം. ഇനി മൂടി അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. പരിപാടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ്. ഇനി കഴിക്കാൻ നേരത്തെ തുറക്കുമ്പോൾ ഈ ലെവലിലായിട്ടുണ്ടാവും കേട്ടോ സംഭവം. കാസർഗോട്ടുകാരുടെ ഒരു ഫേവറേറ്റ് ഡിഷായിട്ടുള്ള കലത്തപ്പത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഈ ബീഫ് ട്രൈ ചെയ്തത് കേട്ടോ. കലത്തപ്പത്തിൻ്റെ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.